നമസ്കാരം. ഇന്നും ഡ്രൈവിംഗ് ടോക്സ് ആണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു കഥ പറയാം. കഥയല്ല, എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. എൻ്റെ കൈയുടെ ഇവിടെ ഒരു പാട് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഷ്ടപ്പാടായിരുന്നു ഈ കാണുന്ന പാട്. ഇത് ഒരു സർജിക്കൽ വൂണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഒരു കഥ, വളരെ രസകരമായിട്ടുള്ളൊരു കഥ, ഒരു ആനവണ്ടി റിലേറ്റഡ് സ്റ്റോറിയും കൂടിയാണ്. പക്ഷേ ആനവണ്ടി അല്ല കേട്ടോ എൻ്റെ ഈ കൈ ഇങ്ങനെ ആക്കിയത്. എൻ്റെ ഈ കൈ ഇങ്ങനെ ആക്കിയത് ഞാൻ തന്നെയാണ്. സോ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ കഥ നടക്കുന്നത് 2011 അപ്പോൾ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. 2006 മുതൽ ഒരു 4-5 വർഷം ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂര് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അന്നൊരു ബൈക്കുണ്ട്. പൾസറിൻ്റെ ഒരു 135 ഒരു മോഡൽ ഉണ്ടായിരുന്നു. അധികം സക്സസ് ആവാത്തൊരു മോഡലായിരുന്നു. ആ സമയത്ത് പൾസർ 150, 180 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ പൾസറിൻ്റെ വണ്ടികളൊക്കെ. ബജാജ് പൾസർ. അത് 135 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ എടുത്തു. അത് ഞാൻ എടുത്തിട്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്ത് ഞാനത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ 2011 ബാംഗ്ലൂരിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പെട്ടിയും മടക്കി തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിൽ, കാരണം ആ സമയമായപ്പോഴത്തേക്കിനും ആനവണ്ടി എന്ന് പറഞ്ഞ എൻ്റെ വെബ്സൈറ്റ് ക്ലച്ച് പിടിച്ച് ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. നമ്മൾ ടെക് ട്രാവലീറ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ആ സമയത്ത് ആനവണ്ടി ക്ലച്ച് പിടിച്ച് വളരെ നല്ല രീതിയിൽ ആനവണ്ടി എന്ന് പറഞ്ഞ വെബ്സൈറ്റും ബ്ലോഗും സംഭവങ്ങളൊക്കെ, പ്ലാറ്റ്ഫോമുകളൊക്കെ, ആനവണ്ടി ആപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വെബ്സൈറ്റൊക്കെ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കാശ് കിട്ടുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വെറുതെ ബാംഗ്ലൂർ നിൽക്കണ്ട. അപ്പോൾ ഞാനിതൊക്കെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരു IT കമ്പനിയിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ പോയേനെ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇനി ബാംഗ്ലൂർ നിൽക്കണ്ട, വെറുതെ എന്തിനാ, ഞാൻ അവിടെ നിന്നാലും നാട്ടിൽ നിന്നാലും എനിക്ക് എൻ്റെ ബ്ലോഗും പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിൽക്കാം, ഫാമിലിയോടെ നിൽക്കാം, പൈസ അധികം ചിലവില്ല, വളരെ ചെറിയ പൈസയേ ഉള്ളൂ. ബാംഗ്ലൂർ നിൽക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് 4 ചിലവേ ഉള്ളൂ. സോ അങ്ങനെ വിചാരിച്ച് എല്ലാ പരിപാടികളും പാക്ക് ചെയ്ത് നാട്ടിൽ പോകണമല്ലോ. അപ്പം എൻ്റെ ബൈക്കുണ്ട്. അപ്പം ഈ ബൈക്കും കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഓടിച്ചു പോവും. ഞാൻ ഈ പോകാത്ത വഴികളില്ല. ബാംഗ്ലൂരിൽ നിന്ന് കോഴഞ്ചേരിക്ക് പലതവണ വന്ന് പോയിട്ടുണ്ട്. സേലം വഴി, പിന്നെ മൈസൂർ വഴി, കോഴിക്കോട് വഴി, ഗുണ്ടൽപേട്ട വഴി, പിന്നെ അതും കൊണ്ട് പോണ്ടിച്ചേരി പോയിട്ടുണ്ട്, മഹാബലിപുരം പോയിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. ലഡാക്ക് ട്രിപ്പും പിന്നെ ലേറ്റ് ട്രിപ്പും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആവാത്ത സമയമായതുകൊണ്ട് തന്നെ അന്ന് അങ്ങനത്തെ കടുങ്ങയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ബാക്കി സൗത്ത് ഇന്ത്യൻ ട്രിപ്പുകളൊക്കെ പലതും ആ വണ്ടിയായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ആ വണ്ടിയുടെ പരിപ്പിളക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഐ തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ഹോം. അപ്പോൾ എനിക്ക് വണ്ടി തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ബലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, മാർത്തള്ളിക്ക് അടുത്ത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്ന വീട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ സാധാരണ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ രാത്രി സമയത്ത് കേരളത്തിലൂടെ വണ്ടി ഓടിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ ഒരു 10-11 മണി ആയപ്പോഴത്തേക്കിനും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം ഞാൻ പോകാൻ അന്ന് ഞാൻ വെറൈറ്റി വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇതുവരെ പോകാത്ത റൂട്ടിൽ കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഹെബ്ബാൾ പോയിട്ട്, ഹെബ്ബാളിൽ നിന്ന് ഞാൻ മൈസൂർക്ക് പോകുന്ന വേറൊരു റൂട്ടുണ്ട്. അപ്പോൾ ഹെബ്ബാളിൽ നിന്ന് ഞാനിങ്ങനെ ആ ഒരു ചെറിയ ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ബൈക്ക്, എൻ്റെ ഒരു തോളത്തിടുന്നൊരു ബാഗ്, അപ്പോൾ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വിൻ ബ്രേക്കർ വേണമല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ പോലെ വലിയ റൈഡിങ് ഗിയേഴ്സോ പരിപാടികളോ ഒന്നും അന്ന്, ഇപ്പം റൈഡിങ് ഗിയേഴ്സ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ റൈഡിങ് ഗിയേഴ്സ്. പണ്ടും ഉണ്ട്, പക്ഷേ നമ്മളൊരു പ്രോ ബൈക്കറൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും അറിയില്ലായിരുന്നു. സോ ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് കൊണ്ട് ഞാൻ സാധാരണ ജീൻസ്, ടീഷർട്ട്, ജാക്കറ്റ്, പിന്നെ ഹെൽമെറ്റും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട്, അതാ ഞാൻ അന്ന് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഞാനിങ്ങനെ പാട്ട്, എൻ്റെ ഹെഡ്ഫോൺ ഉണ്ട്, ഹെഡ്സെറ്റ് എന്തോ സാധനമുണ്ട്, അതിങ്ങനെ ചെവിക്കകത്ത് വെച്ചിട്ട് ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് കാണിക്കുന്ന മണ്ടത്തരമാണ്, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ബൈക്ക് ഓടിക്കുന്നവർ. അപ്പോൾ ഒരു ചെവിയിലേ വെച്ചിട്ടുള്ളൂ, ഒരു ചെവി വെച്ചിട്ടില്ല, ഒരു ചെവിയിലേ വെച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ പോവാം. പെട്ടെന്ന് മിന്നായം പോലൊരു വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് ഒരു 2 ലൈൻ റോഡാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ വരാവുന്ന, ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു 2 ലൈൻ റോഡാണ്. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്താൽ മാത്രം കാറ്റടിക്കുന്നത് ഒരു സംഭവം ഓർമ്മ വരുന്നു. ഞാൻ ബ്ലിമ്പെന്നുണ്ട് താഴെ കിടക്കുന്നു. എൻ്റെ ഒരു താഴെ കിടന്നിട്ട് ഞാൻ റോഡിന് നടുവിൽ ഞാൻ വീണ് കിടക്കുകയാണ്. ബൈക്ക് തെറിച്ച് സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഒരു ഫോർച്യൂണറായിരുന്നു. ഒരു ഫോർച്യൂണർ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നു, എന്നെ ഇടിച്ചിട്ടിട്ട് ചീറിപ്പാഞ്ഞു പോവാം. അവൻ നിർത്തിയതേ ഇല്ല. അവൻ അറിഞ്ഞെന്ന് തോന്നുന്നു, പക്ഷെ അവൻ നിർത്തിയില്ല. അപ്പോൾ ഒരു കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. എനിക്ക് നമ്പരും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് അവിടെ നിന്ന കുറച്ച് ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ
വന്നിട്ട് എന്താ പറയുക, ഹനുമാൻ സ്വാമി നിന്നെ രക്ഷിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് സൈഡിലോട്ട് മാറ്റിയിരുത്തുന്നു. നോക്കുമ്പോഴത്തേക്കിനും ഒരു ഹനുമാൻ്റെ ഒരു ചെറിയൊരു അമ്പലം, അവിടെ ചെറിയൊരു വഞ്ചിക്കുറ്റി പോലത്തെ ഒരു അമ്പലം അവിടെ ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് ഞാൻ പോയി വീണത്. അപ്പോൾ അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ സാധാരണ രീതിയിൽ പോവുമായിരുന്നു. അപ്പോൾ ഒരു ഫോർച്യൂണർ എന്നെ ഓവർടേക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളെപ്പോഴും ഒരു ബൈക്കിനെ അല്ലെങ്കിൽ ഒരു സൈക്കിളിനെ, ടൂ വീലറിനെയൊക്കെ ഒരു കാർ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെ കെയർഫുള്ളായിട്ട് അവർ ഓവർടേക്ക് ചെയ്യുന്നത്, കുറച്ചധികം ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഓവർടേക്ക് ചെയ്യുന്നത്. നമ്മൾ റോഡിലൂടെ കാർ ഓടിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിലും ശ്രദ്ധ വേണം നമ്മളൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ. കാരണം അത് ഏത് സമയത്ത് വേണമെങ്കിലും ബൈക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം, ബൈക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അതങ്ങനെയാണ്, ബൈക്കിൻ്റെ രീതികൾ അങ്ങനെയാണ്. സോ വി നോ ദാറ്റ്. ഈവൻ സൈക്കിളാണല്ലോ അങ്ങനെയല്ലേ. സോ എപ്പോഴും അത് കാർ ഓടിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മൾ കാർ ഓടിക്കത്തില്ലല്ലോ. കാർ ഓടിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇവൻ എന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഈ ഫോർച്യൂണറിൻ്റെ ലെഫ്റ്റ് മിറർ ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡ് മിറർ, അത് എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിലിൽ തട്ടിയിട്ടാണ് ഞാൻ വീഴുന്നത്. എന്തായാലും ഭാഗ്യത്തിന് അവരെന്നെ പൊക്കിയെടുത്ത് സൈഡിലോട്ട് മാറ്റിയിരുത്തുന്നു. ജാക്കറ്റ് ഇട്ടിരുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള മുറിവോ കാര്യങ്ങളോ ഒന്നും കൈക്കുണ്ടായില്ല. എൻ്റെ കാലിനൊരു ചെറിയൊരു പോറലുണ്ട്. അപ്പം ഞാൻ ഈ 2 കൈ കുത്തിയാണ് വീണത് താഴേക്ക്. അപ്പോൾ ഓൺ ദ സ്പോട്ട് അങ്ങോട്ട് മാറ്റി ഇരുത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. കാരണം എനിക്ക് ഇതിനു മുമ്പ് എൻ്റെ കൈ 1-2 തവണ ഒടിഞ്ഞിട്ടുണ്ട്. ഫ്രാക്ചർ ഈസ് എ കോമൺ സ്റ്റഫ് ഫോർ മീ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൺ ദ സ്പോട്ട് ഈ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതിന് ഒടിവുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു. ഞാൻ ബാഗിൽ നിന്നൊരു സ്കാർഫ് എടുത്തിട്ട്, പണ്ട് സ്കൗട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് പഠിച്ചിട്ടുള്ളത് കൊണ്ടും അറിയാവുന്നതുകൊണ്ടും ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ലിങ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഫാർമേഴ്സിനെ കൊണ്ട് അവരെ കൊണ്ട് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സ്ലിങ് ഇട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നാട്ടിലേക്ക് പോക്ക് നടക്കുകയില്ല, ഇനി ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവരെനിക്ക് വെള്ളമൊക്കെ കൊണ്ട് തന്നു. നീ ഓക്കെ ആണോ, ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഐ എം ഫൈൻ, കുഴപ്പമില്ല. അന്ന് കന്നഡയൊക്കെ അത്യാവശ്യം അറിയാവുന്ന കന്നഡയിലൊക്കെ അവരോട് സംസാരിച്ചു. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ, നാട്ടുകാർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും അവരുടെ ഫേസ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു മറിഞ്ഞ ആ റോഡിൽ വീണ ആ ഇൻസിഡൻ്റ് ആവുമെന്ന് ഞാൻ മറക്കില്ല. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചത്തുപോകുമെന്ന് വിചാരിച്ചൊരു നിമിഷമായിരുന്നു അത്. സോ അങ്ങനെ ഞാൻ ഫോൺ എടുത്തു. അന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, 2 പേരെ വിളിച്ചു, പ്രദീപും പിന്നെ വേറൊരു പയ്യനും കൂടെ. ആ സമയത്ത് അവർ 2 പേരും കൂടെ അവൻ്റെ ബൈക്കിൽ, അവർ മാർത്തള്ളി ഭാഗത്ത് എവിടെയായിരുന്നു, അവിടെ നിന്ന് വീണ്ടും ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യണം അവർക്ക് ഞാനുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഇവർ 2 പേരും കൂടെ അവരുടെ ബൈക്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. കാരണം ഞാൻ പറയടാ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എൻ്റെ ബൈക്ക് കൊണ്ടുപോകണം, അതേപോലെ തന്നെ എനിക്കും ഹോസ്പിറ്റലിൽ പോകണം, നീ ഒന്ന് വാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും അവർ 2 കൂടെ ഓടി വന്നു. അപ്പോൾ അവർ 2 പേരും കൂടെ ബൈക്കിൽ വരുന്നു. എന്നിട്ട് ഞാൻ ഒരാളുടെ ബൈക്കിൻ്റെ പുറകിൽ കയറുന്നു, മറ്റേ ആൾ എൻ്റെ ബൈക്ക് എടുക്കുന്നു. എൻ്റെ ബൈക്ക് കഷ്ടി ഓടിക്കാം, ബൈക്കിന് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നുമില്ല. അതിൻ്റെ സൈഡ് മിററൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള കേടുപാടുകൾ, സ്ക്രാച്ചസ് ഒക്കെ അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ബൈക്കിന് ഉണ്ടായിട്ടില്ല. സോ അപ്പോൾ അവർ ബൈക്ക് എടുത്ത് കൊണ്ടുപോകുന്നു. ഞങ്ങൾ നേരെ ബൈക്ക് കൊണ്ട് എൻ്റെ റൂമിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാനും പ്രദീപും കൂടെ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ മാർത്തള്ളി എൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത്. ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു ഹോസ്പിറ്റലായിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ആണല്ലോ, അറിയാമല്ലോ, അത്യാവശ്യം നല്ല കത്തിയാണ്. നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. എക്സ്റേ എടുക്കാനായിട്ട് ചെന്നു. എക്സ്റേ എടുക്കാനായിട്ട് 2500 രൂപ അങ്ങോട്ട് അന്ന് വാങ്ങിച്ചു. കൈയുടെ ഒരു എക്സ്റേ എടുക്കാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2500 രൂപ വാങ്ങിച്ചു എക്സ്റേ എടുക്കാൻ. നമ്മുടെ നാട്ടിലെ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ പോലും എക്സ്റേ എടുക്കാൻ അത്രയും പൈസ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചർ ഉണ്ട്, പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ സർജറി വേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഇവരെന്താ പറയുന്നതെന്ന്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു തരൂ, ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം, ഐ എം ഫൈൻ, നാട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി ട്രീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് ബേസിക് ആയിട്ടുള്ള സ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു. കൈ ഇതാവാതിരിക്കാൻ വേണ്ടിയുള്ള സ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു എൻ്റെ ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് നാട്ടിൽ പോകണം. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഫ്രൈഡേ ഈവനിങ്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോക്ക് കുറച്ച് ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്ഥിരം യാത്ര ചെയ്യുന്നത് KSRTC ബസ്സിലാണ്. അന്ന് തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു സൂപ്പർ ഡീലക്സ് വണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യം സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്, പിന്നീട് അത് സൂപ്പർ ഡീലക്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ ബസ്സിലെ സ്ഥിര യാത്രക്കാരനാണ്, തിരുവല്ല ബാംഗ്ലൂർ സൂപ്പർ ഡീലക്സിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആനവണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ആയിട്ട്
ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് KSRTCയിലെ കുറേ ആളുകൾ എനിക്ക് ഭയങ്കര പരിചയമായിരുന്നു. KSRTC മാനേജിംഗ് ഡയറക്ടർ മുതൽ താഴേക്കടയിലുള്ള കണ്ടക്ടേഴ്സും ജീവനക്കാരും ഡ്രൈവേഴ്സും പിന്നെ മെക്കാനിക്കുമാരും അങ്ങനെ മിക്ക ആൾക്കാരുമായിട്ടും എനിക്ക് അത്യാവശ്യം നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുവല്ല ബാംഗ്ലൂർ ബസ്സിൽ ഒരു സ്ഥിര യാത്രക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്ന പല കണ്ടക്ടേഴ്സിനെ എനിക്ക് അറിയാമായിരുന്നു. കാരണം കണ്ടക്ടറാണ് തിരുവല്ല മുതൽ ബാംഗ്ലൂർ വരെ വരുന്നത്. ഡ്രൈവർ പാലക്കാട് നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ ആളാണ് പാലക്കാട് നിന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡ്രൈവേഴ്സ് വേറെ ആയിരിക്കും, കണ്ടക്ടേഴ്സിനെ നമുക്ക് സ്ഥിരം അറിയാവുന്ന ആൾക്കാരാരെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് 1-2 ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും ഇന്നിവിടെ ഉള്ള ഡ്രൈവർ ആരാണ്, അല്ല കണ്ടക്ടർ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ ഞാൻ KSRTCയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ ടിക്കറ്റിംഗ് ഒക്കെ വന്നെന്ന് തോന്നുന്നു. യെസ്, റിസർവേഷൻ നോക്കിയപ്പോഴത്തേക്കിനും ബസ് ഫുള്ളാണ് എന്നാണ് കാണിച്ചത്. ഒരു സീറ്റോ എന്തോ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഫുള്ളാണ് അങ്ങനെ എന്തോ കാണിച്ചു. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും അന്നത്തെ കണ്ടക്ടറായിട്ടുണ്ടായിരുന്നത് MGR എന്ന് ഞങ്ങൾ വിളിക്കുന്ന, അന്ന് എല്ലാവരും MGR എന്ന് വിളിക്കുന്ന NG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറാണ്. സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഐ സ്റ്റിൽ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ യു. എനിക്കൊന്ന് കാണണമെന്നുണ്ട്, കാരണം കുറേ ആയി, അതിന് ശേഷം സാറിനെ കണ്ടിട്ടേ ഇല്ല. സോ MGR എന്ന് പറഞ്ഞ MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറാണ് അന്ന് കണ്ടക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ആയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ പറഞ്ഞു. സാറേ, എൻ്റെ കൈ ഇതേപോലെ ഒടിഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, അത്യാവശ്യമാണ്, എനിക്ക് ഒരു സീറ്റ് വേണം, എന്താന്ന് പറഞ്ഞു. എടാ നീ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ നിന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് ഒന്ന് പുള്ളി അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് നോക്കി, എന്തോ റിസർവേഷൻ എന്തൊക്കെയും നോക്കി. എടാ പറഞ്ഞു, നീ വണ്ടി വിടുന്നതിന് മുമ്പായിട്ട് നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ ഒരു സീറ്റ് എവിടെയെങ്കിലും റെഡിയാക്കി തരാം, കുഴപ്പമില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, നമുക്ക് എന്തെങ്കിലും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്തെങ്കിലും അവരൊരു വാക്ക് പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എന്നെ ഈ വണ്ടി 6 മണിക്ക് 6:15 സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിടുന്നത് മൈസൂർ റോഡിൽ. അപ്പോൾ അവിടെ നിന്ന് മൈസൂർ റോഡ് പോകണേ. മൈസൂർ റോഡ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 മണി 6:15 ഈ വണ്ടി വിടുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബേസിക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മരുന്നൊക്കെ തന്ന് ഗുളികയൊക്കെ കഴിച്ച് ഇവൻ നേരെ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ തോളത്തിരുന്ന ആ ഒരു ബാഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി അവർ ബസ്സിൽ കയറിയിരുന്നപ്പോഴത്തേക്കിനും അവിടെ ചെന്ന് വൈകുന്നേരം ഒരു 6 മണി ബസ് വിടുന്നതിനൊക്കെ തൊട്ട് മുന്നായിട്ട് എനിക്ക് 2 കൈക്കും വേദനയായി. 2 കൈക്കും വേദന തുടങ്ങി. പക്ഷേ 2 കൈയുടെ എക്സ്റേ അവരെടുത്തായിരുന്നതുകൊണ്ട് ഈ കൈക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. വേദന കാരണം 2 കൈയുടെ എക്സ്റേ എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് 2 കൈക്കും വേദനയായി. സാർ എനിക്ക് ഫ്രണ്ടിൽ തന്നെ, ഈ കണ്ടക്ടർ ഇരിക്കുന്നത് ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ്, ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് സാറിൻ്റെ ഒപ്പം തന്നെ എനിക്ക് സീറ്റ് തന്നു. എൻ്റെ ഫേവറേറ്റ് സീറ്റും അത് തന്നെ കേട്ടോ. ബാക്കിയുള്ള സീറ്റെല്ലാം ഫുള്ളായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അന്നൊരു ക്യാൻസലേഷനോ മറ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് വരാൻ പറ്റി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് കൃഷ്ണഗിരി ആ ഒരു ഭാഗത്തെത്തുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നത്. അപ്പോൾ സമയം രാത്രി 9 മണി എന്തോ ആയി. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് ബസ്സുകാരെല്ലാവരും നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബസ്സുകാരെല്ലാവരും നിർത്തുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോകും. ഈ ജീവനക്കാർക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണം ഫ്രീ ആണ്. അത് KSRTCയിൽ മാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകാർക്ക് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ അത് ബേസിക്കലി അവർ വണ്ടി നിർത്തുമ്പോൾ കച്ചവടമുണ്ട്. ആ കച്ചവടത്തിൻ്റെ ഉള്ള ഒരു കേർട്ടസി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ സാധാരണക്കാരെ അറുത്ത് കൊല്ലും. എല്ലാവർക്കും അറിയാം. ഒരു ചപ്പാത്തിക്കൊക്കെ അന്ന് 20-25 രൂപ ഒരു സിംഗിൾ ചപ്പാത്തിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധാരണ കടകളൊക്കെ ആയിരുന്നു. സോ അതങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞാടാ, നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഫൈൻ. അപ്പം ഞാൻ ഇവരുടെ കൂടെ ഈ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. എനിക്ക് എൻ്റെ 2 കൈയും പൊക്കാൻ വയ്യ. ഒരു കൈ ഞാൻ സ്ലിങ് ഇട്ട് വെച്ചിരിക്കുന്നു, മറ്റേ കൈ ഈ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഈ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 കൈയും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എനിക്ക് അനക്കാൻ വയ്യ. 2 കൈയും ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൈ ഇങ്ങനെ എടുക്കാൻ പോലും പറ്റുന്നില്ല. എടാ നീ ഇരിക്കുന്നു, നിനക്ക് എന്താ വേണ്ടേ? ശരിക്കും എന്താ പറയുക, നമ്മളൊരു ചേട്ടൻ്റെ സ്നേഹം, ഒരു അച്ഛൻ്റെ പ്രായമുണ്ട് അദ്ദേഹത്തിന്. അച്ഛൻ്റെ സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആയിരുന്നു അദ്ദേഹം എന്നെ ടേക്ക് കെയർ ചെയ്തത്. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്തോ ഒരു സാധനം, ദോശ അങ്ങനെ എന്തോ സാധനം പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് ആ ഭക്ഷണം എടുത്ത് വായിലിട്ട് തന്നത്. അറിയോ? അത് ഇത് വേറെ ആരെങ്കിലും ചെയ്യുമോ എനിക്കറിയില്ല. ചെയ്യുമായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്ത് മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയാണ് അത്രയും ടേക്ക് കെയർ ചെയ്ത് എന്നെ ഇരുത്തിയതും എനിക്ക് ഭക്ഷണം എടുത്തു തന്നതും എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം ഗ്ലാസ്സിലെടുത്ത് എനിക്ക് കുടിപ്പിച്ചതും ഒക്കെ. ശരിക്കും അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഞാനിപ്പോഴും ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു കാര്യമായിരുന്നത്.
സോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു. പിന്നെ തിരിച്ച് വണ്ടിയിൽ കയറി. ഉറങ്ങാൻ കാര്യമായിട്ട് പറ്റുന്നില്ലായിരുന്നു, കാരണം വേദന കാരണം അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഒന്ന് മയങ്ങും, അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നു. അപ്പോൾ രാവിലെ ഒരു 9 മണി റേഞ്ചിലാണ് ഈ ബസ് തിരുവല്ലയിൽ എത്തുന്നത്. തിരുവല്ല എത്തിയപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ എന്നെ പിക്കാൻ വേണ്ടി തിരുവല്ലയിൽ വന്നിരുന്നു. അച്ഛൻ ബാഗ് എടുത്തു. എന്നിട്ട് ഞാനും അച്ഛനും കൂടെ അടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ കോഴഞ്ചേരിക്ക് പോയി. അപ്പം MGRനോട് ബൈ ഒക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് കോഴഞ്ചേരിക്ക് പോയി. കോഴഞ്ചേരി നേരെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. പൊയ്യാനൽ ഹോസ്പിറ്റലിലെ സാം ഡോക്ടർ, എബ്രഹാം പി സാം ഡോക്ടറാണ് പണ്ട് മുതലേ എൻ്റെ കൈകൾ സ്ഥിരമായി ഒടിയുമ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ. ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ഓർത്തോപെഡിക് സർജനാണ്. ഈസ് എ വെരി എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ. അപ്പോൾ എൻ്റെ കൈ ഇതിനു മുമ്പ് ചെറുപ്പത്തിൽ ഒടിഞ്ഞപ്പോഴും പിന്നെ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഞാൻ നേരെ അവിടെ എടുത്ത എക്സ്റേയുമായിട്ട് ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ തന്നെ ഇന്നെന്തോ കോളായിട്ടാണ് വന്നേക്കുന്നേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിയുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എക്സ്റേ കൊടുത്തു. ഇത് നല്ല പണിയാണല്ലോ സുജിത്തെ, നമുക്കൊരു എക്സ്റേയും കൂടി എടുക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എക്സ്റേ എടുത്തു. അവിടെ എക്സ്റേ എടുക്കാനായിട്ട് 80 രൂപ 100 രൂപ 110 രൂപ ആ റേഞ്ചിലും കാട്ടായിരുന്നു അന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വേറെ എക്സ്റേയും കൂടി എടുത്തു. എക്സ്റേയും കൂടി എടുത്തിട്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ നോക്കിയിട്ട് പറയുന്നത് ഇവിടെ ഒരു പൊട്ടലാണ്. പൊട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലിങ്ങനെ പൊടിഞ്ഞിട്ട് ഒരു കഷ്ണം മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് അതെടുത്ത് കളയണം, ഇല്ലെങ്കിൽ അത് അവിടെ സ്ക്രൂ ചെയ്ത് വെക്കണം. അതാണ് പുള്ളി പറഞ്ഞത്. എങ്ങനെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു നമുക്കത് സർജറി ചെയ്യണം അത്യാവശ്യം. സർജറി എന്നൊക്കെ കേട്ടപ്പോഴേ പേടി, എൻ്റെ പകുതി ജീവൻ പോയി. നിങ്ങൾ സർജറിയോ? വേറെ വഴിയൊന്നും ഇല്ല ഡോക്ടറെ, പ്ലാസ്റ്റർ ഇട്ടാൽ പോരെ? ഇല്ലടാ, സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാളത്തേക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. നാളെ സർജറി ചെയ്യുന്നു. അപ്പം എനിക്ക് പേടിയായി. ഒന്നുമില്ല, എന്ത് ചെയ്യാനാ, സർജറി ചെയ്യാണ്ട് വേറെ വഴിയില്ല. സർജറി ചെയ്യുന്നു. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് ഇത് ഊരി ഡ്രസ്സ് ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് വീട്ടിൽ പോയിട്ട് എനിക്കിത് വേദന മാറുന്നില്ല. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ടിച്ച് പിടിച്ചിരിക്കും. എനിക്ക് വേദന മാറുന്നില്ല. എനിക്ക് പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്ക് വേദന മാറുന്നില്ല. എനിക്ക് ഭയങ്കര പ്രശ്നം. എന്നിട്ട് അവസാനം 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ഡോക്ടറെ അടുത്ത് പോയി. നമ്മൾ ഡോക്ടറെ, എനിക്ക് വേദന മാറുന്നില്ല, ഭയങ്കര വേദന. നീ എന്താണ് ഈ കൊച്ചു പിള്ളേരെ പോലെ നീ ഇങ്ങനെ വേദന എന്ന് പറഞ്ഞ് കറിയാതെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തീരെ പറ്റുന്നില്ല ഡോക്ടറെ, നമുക്കതൊന്ന് ഊരി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റർ ഊരി നോക്കിയപ്പോൾ എന്തുവാ, നമ്മുടെ വൂണ്ട്, സർജിക്കൽ വൂണ്ട് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പം പുള്ളിയോട് പറഞ്ഞത്, അതിന് കാര്യം പറഞ്ഞത്, നിൻ്റെ കൈയല്ലേ അവിടെ പാട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെന്തോ തരത്തിലുള്ള ഒരു സ്റ്റിച്ചാണ് ചെയ്തത്. ആ സ്റ്റിച്ച് എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു, അതാണ് പറ്റിപ്പോയത്. ആ ചെയ്ത സ്റ്റിച്ച് എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു, അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്നിട്ട് അത് മൊത്തം ആ സ്റ്റിച്ചെല്ലാം കൂടെ മാറ്റി സാധാരണ തുന്നൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാഷ്വാലിറ്റി വെച്ചാൽ ചെയ്യുന്നത്. എൻ്റെ കൈ ഇങ്ങനെ എന്നെ അവിടെ കിടത്തി ലോക്കൽ അനസ്തേഷ്യ എന്നിട്ട് സാധാരണ തുന്നൽ ഇങ്ങനെ തുന്നുക. അപ്പോൾ ഇങ്ങനെ അനസ്തേഷ്യയുടെ പവർ പറയുമ്പോഴത്തേക്കിനും ഞാൻ വേദനിക്കുന്നുണ്ട്. എടാ, നീ ബഹളം ഉണ്ടാക്കാതെ, അപ്പം കല്ല് ചുട്ട് കിടക്കുമ്പോഴല്ലേ നമുക്ക് ദോശ ഇടാൻ പറ്റുള്ളൂ, 2 സ്റ്റിച്ച് കൂടെ ഉള്ളൂ. പുള്ളി അങ്ങനത്തെ ഒരു ലൈനാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ഇട്ടു, വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ അത് അങ്ങനെ സാധാരണ സ്റ്റിച്ച് ഇട്ടത് കൊണ്ടാണ് എൻ്റെ കൈക്ക് ഇങ്ങനെ അവിടെ ഒരു പാട് വന്നത്. ഡോക്ടർ ആക്ച്വലി എൻ്റെ ഒരു ഇതിന് വേണ്ടി പാട് വരാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റിച്ച് ഇട്ടു, പക്ഷെ അതെൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കൈക്ക് പാട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ഉപദേശം ഉണ്ടായിരുന്നു, നീ ഈ ബൈക്ക് കൊടുക്കുക, ഈ ബൈക്ക് വേണ്ട, ഈ ബൈക്ക് കൊടുത്ത് നമുക്ക് നീ ഒരു കാർ എടുക്കുക, ചെറിയ പൈസയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആൾട്ടോ 800 കാർ എടുക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ പിന്നെ കേട്ടോ. അപ്പോൾ ഈ കൈയെല്ലാം റെഡിയായി ഒരു 1-2 മാസത്തെ വിശ്രമം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീണ്ടും ബാംഗ്ലൂർ പോയിട്ട് കാറിനാണ് പോകുന്നത്, ഫ്രണ്ട്സിൻ്റെ കാറിലാണ് പോകുന്നത്. കാരണം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണമല്ലോ. വേറെ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് ചേർന്ന് ബാംഗ്ലൂർ പോയി. എൻ്റെ ബൈക്ക് അവർ 2 പേര് മാറി ഓടിച്ച് കൊണ്ടുവന്നു. ഞങ്ങൾ കാറിൽ എൻ്റെ സാധനങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അതിനുശേഷം ഒരു തവണയും കൂടെ ഞാൻ ഈ MGRൻ്റെ കൂടെ ബാംഗ്ലൂർ പോയിരുന്നു. വേറെ എന്തോ ഒരു സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനും വേറെ 1-2 പർപ്പസിനൊക്കെ ആയിട്ട്. ഞാൻ ഈ ഫ്രണ്ട്സായിട്ട് ബൈക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പണി നടക്കണമല്ലോ. എൻ്റെ പണി നടക്കണമെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ വേണം. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ബാംഗ്ലൂരിലിരിക്കുക. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഈ പ്ലാസ്റ്റർ ഇട്ട കൈയും വെച്ചുകൊണ്ട് ഞാനും MGRും കൂടെ വീണ്ടും പോയി. ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങൾ 2 കൂടെ നേരെ അവിടെ നിന്ന് എൻ്റെ റൂമിൽ പോയി. അവർ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ ഉറങ്ങുന്നതാണല്ലോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ആ റൂമിൽ കിടന്ന് ഉറങ്ങി കുളിച്ച് ഫ്രഷായി വൈകിട്ട് വീണ്ടും അവിടെ നിന്ന് എൻ്റെ മറ്റേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ CRT മോണിറ്ററാണ്. 17 ഇഞ്ചിൻ്റെ CRT മോണിറ്ററാണ്. അന്നത്തെ കാലത്ത് LCD ഒന്നും വരുന്നതേ ഉള്ളൂ. അപ്പോൾ പഴയ
17 ഇഞ്ചിൻ്റെ CRT മോണിറ്റർ, വലിയ പെട്ടി, പിന്നെ CPU, പിന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് 2 വലിയ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാനും സാറും കൂടെ, എൻ്റെ വലത് കൈയും സാറിൻ്റെ 2 കരങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ എന്തോ കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി, ബസ്സിൽ കയറ്റി നാട്ടിൽ കൊണ്ടുവന്നു. കാരണം എനിക്ക് ആ സമയത്ത് ബ്ലോഗിങ് പരിപാടിയാണ്, കമ്പ്യൂട്ടറിൽ നമ്മുടെ പണി നടക്കത്തില്ല. അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈലും കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ MGR സാറ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു KSRTC ഉദ്യോഗസ്ഥനാണ്, ഒരു നന്മ നിറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. MGR സാറ് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം KSRTC ജീവനക്കാർ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മ വരുമ്പോഴത്തേക്കിനും പലതും വീണ്ടും പറയാം. എന്തായാലും ഇങ്ങനൊരു കാര്യം ചെറുതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഉണ്ടാവും ഇതുപോലെ KSRTCയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോറീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബൈ.